ദിവസങ്ങൾ കഴിഞ്ഞ് റമദാനിന്റെ അവസാനത്തെ 10 എത്തി. ശ്രേഷ്ഠമാക്കപ്പെട്ട അതിന്റെ ഒറ്റരാവുകൾ വരുമ്പോ 27-ാം രാവിന്റെ അന്ന് നിങ്ങളെ വീണ്ടും വിളിക്കുന്നത് എവിടേക്കാണ്? പള്ളികളിലേക്കാകില്ല വിളിക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിൽ നിന്ന് ഇഅ്തികാഫ് ഇരിക്കേണ്ടുന്ന വിശ്വാസികളെ വീണ്ടും പുരോഹിതന്മാർ വിളിക്കും. അവർക്ക് ആവശ്യമുള്ളത് കിട്ടണമെങ്കിൽ അവിടേക്ക് നമ്മൾ പോകണം. പ്രാർത്ഥനാ സദസ്സുകൾ, സ്വലാത്ത് നഗറുകൾ, തൗബ മജ്ലിസുകൾ എന്നൊക്കെ പുതിയ ടെക്നിക്കൽ പേരൊക്കെ വെച്ച് 27-ാം രാവിന്റെ അന്ന് രാത്രിക്ക് വേണ്ടിയിട്ട് പ്രത്യേക വേദികൾ ഒരുക്കും. 10,000-കണക്കിന് ജനങ്ങൾ സംഗമിക്കും. ആളുകൾ വിചാരിക്കും ഇതന്നെയാണ് മജ്ലിസ്, ഇവിടെയാണ് കാര്യങ്ങൾ എന്ന് വിചാരിക്കും. ഒന്നാലോചിച്ചോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എത്രയെത്ര സന്ദർഭങ്ങളിലായി ചെയ്തു പോയ ഇഅ്തികാഫിന്റെ എത്രയോ ഹദീസുകൾ അവസാനത്തെ 10ന്റെ രാവും പകലും ഇഅ്തികാഫിലായിരുന്നു. ആ മനുഷ്യന്മാര് അത് പാലിക്കുന്നവരെ പിടിച്ച് പുറത്തുകൊണ്ടുപോവുക. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ നടന്ന സദസ്സ് വീക്ഷിച്ച ഒരാളാണ്. ഓൺലൈനിൽ അത് വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ, ഞങ്ങളെ കാക്കണം തങ്ങളെ. ഏതാ തങ്ങള്? നബി തങ്ങളെ. തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് തന്ന തങ്ങളെ, ഞങ്ങളെ കാക്കണം തങ്ങളെ. എത്ര കൃത്യമായി കൊണ്ടാണ് ജനങ്ങളെ കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവരെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്ന, കണ്ണീരോട് അവർ ദുആ ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിലേക്ക് അടുപ്പം ശ്രദ്ധിക്കാൻ പടച്ചറപ്പ് നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്തുകളെ പോലും ഇത്തരത്തിൽ ദുർവ്യാഖ്യാനിക്കപ്പെടുകയാണ്. എന്നാൽ നബിന്റെ മര്യാദ എന്തായിരുന്നു? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അബാഖിർ മിൻ റമദാന ഹത്താ തവഫാഹു അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ അവസാനത്തെ 10 മരുഭൂമിയിലല്ല, അവിടുത്തെ ഇസ്തിറാഹകളിലല്ല, പുറത്തങ്ങാടികളിലല്ല, അവിടുന്ന് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയായിരുന്നു. എത്ര കാലം? ഹത്താ തവഫാഹു അല്ലാഹ്. അല്ലാഹു മരിപ്പിക്കുന്നത് വരെ റമദാനിലെ എല്ലാ 10കളും ഇഅ്തികാഫിലായിരുന്നു. ഒരു ദിവസം ഏതെങ്കിലും ഒരു റമദാനിൽ ഉണ്ടായിട്ടില്ല. അത് ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയാണ്, ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സുന്നത്തായ എന്ത് കാര്യങ്ങൾ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ഉപേക്ഷിക്കാറുണ്ട്. ചില ദിവസം നോമ്പെടുക്കും, ചില ദിവസം നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. സുന്നത്താണ്. എന്നാൽ ഇഅ്തികാഫ് എന്ന സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടേ ഇല്ല. ചില പണ്ഡിതർ, ഇമാം ദഹബി റഹിമഹുല്ലാഹി പറയാ, ഫറദ് പോലെ കൊണ്ട് നടക്കുന്ന കാര്യമായിരുന്നു ഇഅ്തികാഫ്. എങ്ങനെയാണ് പാടത്തിറങ്ങി പോണ ഒരാൾക്ക് എങ്ങനെ എന്ത് കിട്ടുക? ഷോപ്പിങ്ങിന് രാത്രി ഇറങ്ങി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത് നേടാൻ കഴിയുക? കളി കണ്ടിരുന്ന് മണിക്കൂറുകളോളം സ്വന്തം ടീമിന്റെ കളിയും കണ്ട് ആസ്വദിച്ചിരുന്ന് അങ്ങനെ നേരം വെളുപ്പിക്കുന്ന, അതിന്റെ കഥ പറഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് റമദാനിന്റെ അവസാനത്തെ 10ൽ എന്ത് പുണ്യമാണ് നേടാൻ കഴിയാൻ പോകുന്നത്? ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇതാ ദഖലൽ അശ്റ, അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരയുടുപ്പുകൾ ഒന്ന് ശക്തി കൂട്ടുമായിരുന്നു. വരിഞ്ഞു നമ്മുടെ മുറുക്കും, ഒരു ഒരുക്കം ഒരുങ്ങും, ഒന്നങ്ങോട്ട് ഒരുങ്ങും നന്നായിട്ട്. രാത്രി ഹയാത്താക്കും, ഉറങ്ങാതെ രാത്രി ഹയാത്താക്കും ഇബാദത്തുകൾ കൊണ്ട്. തന്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചുണർത്തുമായിരുന്നു. വെക്കേഷനാണ്, നമ്മുടെ മക്കൾക്ക് ഒഴിവാണ്, നമുക്ക് റമദാനാണ്, നമുക്ക് ഒഴിവാണ്. ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അത്യാവശ്യം ഫ്രീ ടൈം കിട്ടുന്ന ഈ ദിനങ്ങൾ കുടുംബസമേതം നമ്മളൊക്കെ നന്മയിലാണോ എന്ന് ഉറപ്പുവരുത്തിക്കോ. ബാപ്പ പള്ളിയിൽ ഇഅ്തികാഫ്, മക്കൾ വിനോദങ്ങളിൽ, ഭാര്യ യൂട്യൂബിൽ, മറ്റുള്ളവർ മറ്റു പലതിലുമായി കഴിഞ്ഞു പോയാൽ ഈ ഹദീസിന്റെ അർത്ഥം വെക്ക് നമ്മൾ സ്വന്തം കുടുംബക്കാരെ വിളിച്ചുണർത്തി ഇബാദത്തിൽ പ്രേരിപ്പിക്കുമായിരുന്നു. ഞാൻ അതിന്റെ തഫ്സീറൊക്കെ വായിച്ച സമയത്ത് സലഫുകളായ മുൻഗാമികളായ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ പറയാ, അവര് സാധാരണ ദിവസങ്ങളിലൊക്കെ റമദാൻ അല്ലെങ്കിൽ 7-8 രാത്രി കൊണ്ടൊക്കെ ഖുർആൻ കംപ്ലീറ്റ് ഓതാറുണ്ട്. റമദാൻ വന്നാൽ അവർ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ടൊക്കെ ഖത്മ ചെയ്യാറുണ്ട്. അവസാനത്തെ 10 വന്നാൽ ഓരോ ദിവസം കൊണ്ട് ഖത്മ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാണ് രാത്രി ഉറക്കൊഴിച്ചിട്ട് പണി എന്താന്ന്? നമ്മുടെ മൊബൈലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കോമഡികൾ, ഇതൊന്നും നമ്മുടെ രാത്രികളെ റമദാനിന്റെ അവസാന ദിനങ്ങളിലെ നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകരുത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ റമദാൻ നരകമോചനത്തിന്റെ വല്ലാത്ത സാധ്യതകൾ തുറന്നു തന്നതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. എല്ലാ തരത്തിലുമുള്ള ഹറാമുകളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയണം. ഫത്തഖുന്നാർ, നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലതീ വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. കല്ല് കത്തിച്ചാൽ എന്തുണ്ടാവുക? സാധാരണ ഒരു വിറക് മരം കത്തിച്ചാൽ അത് വെണ്ണീരായി ചാരമായി തീരും.
ഒരു കറുത്ത കരിമ്പാറ എടുത്ത് കത്തിച്ചാൽ എന്താ സംഭവിക്കുക? ചൂട് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രോങ് കൂടി വരും, വെണ്ണീരാകില്ല. ആ കല്ലുകളാണ് പടച്ചറപ്പ് നരകത്തിൽ കത്തിക്കുന്നത്. കൂടെ കടക്കാൻ ആരാ? അന്നാസ്, പച്ച ശരീരമുള്ള ജീവനുള്ള മനുഷ്യരാണ്. മരിക്കൂല, അവര് മരിക്കൂല. ആ നരകത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ എന്ന് ഖുർആൻ. കുല്ലമാ നളിജത് ജുലൂദുഹും, എപ്പോഴെല്ലാം ആ തൊലി ഇങ്ങനെ വെന്തുരിഞ്ഞങ്ങ് തീർന്നു പോയാൽ ബദ്ദൽനാഹും ജുലൂദാ, പുതിയ തൊലി കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും നാം അവർക്ക് ശിക്ഷയുടെ ആസ്വാദനം കൊടുക്കും. തൊലി ഇങ്ങനെ ഇട്ട് മാറ്റി മാറ്റി പുതിയത് തരും. ഏത് തീയാണെങ്കിലും കുറെ കാലം കത്തിയാൽ ഒരു ചെറിയ ശതമാനം കുറയും, നരകത്തിന്റെ ശതമാനം കുറയൂല. കുല്ലമാ ഖബത് വസിദ്നാഹും സഈറാ, എപ്പോഴെല്ലാം നരകത്തിന്റെ ശതമാനം അങ്ങ് കുറയുന്ന അവസ്ഥ വന്നാൽ നാം അതിനെ വീണ്ടും ആളി കത്തിക്കും. കേടൂല, ഒരു ശതമാനം കുറയൂല. ഇതിനെക്കുറിച്ച് എന്ത് പേടിണ്ട് നമുക്ക്? ഇതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്സാരെന്ന് വിചാരിക്കരുത്. ഒരു ചെറിയ കാര്യം കൊണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെടുമെങ്കിൽ അത് ചെയ്തോ. ഫത്തഖുന്നാർ, നരകത്തിനെ സൂക്ഷിച്ചോ. വലൗ ബിശഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളെങ്കിലും കൊടുത്തിട്ട്, കൊടുക്കാൻ വല്ലതും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഈത്തപ്പഴത്തിന്റെ പൊട്ട് കൊടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ കൊടുത്ത് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നമ്മൾ പറയില്ലേ, ഒരു 1/2 കിലോ അരി കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്ത് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോ. കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും വാലിമീങ്ങളും മുനാഫിക്കീങ്ങളും ഒക്കെ നരകത്തിന്റെ അവസ്ഥയിൽ അവർ അനുഭവിക്കുമെന്നും സംസാരത്തിൽ ശ്രദ്ധിക്കാത്തവൻ വരെ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസക്കാരും ഒക്കെ നരകത്തിലാണ്. കുത്തുവാക്ക് പറയുന്നവർ, പരിഹാസസ്വരത്തിൽ സംസാരിക്കുന്നവർ നരകത്തിലാണ്. ആത്മഹത്യ ചെയ്തവർ നരകത്തിലാണ്. പരലോകത്ത് ഏറ്റവും മോശക്കാരായി വരുന്ന ഒരു വിഭാഗമുണ്ട്, അത്തുജാർ, കച്ചവടക്കാരാണ്. ഹക്കും ബാത്തിലും തിരിക്കാതെ, വേർതിരിക്കാതെ, യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാത്ത കച്ചവടക്കാരാ നാളെ പരലോകത്തെ ഏറ്റവും ഫുജാറുകളായ തോതിവാസികളായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. കച്ചവടക്കാരാണെങ്കിൽ സ്വാധീനങ്ങളാകാൻ നമ്മൾ നോക്കണം. സത്യസന്ധരായ കച്ചവടക്കാർ. നഷ്ടമുണ്ടായിക്കോട്ടെ, പരലോകം രക്ഷപ്പെടും. ലാഭത്തിന് കുറവുണ്ടായിക്കോട്ടെ, നാളെ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. വിഷയമല്ല. നമ്മൾ ആരും അത് കണ്ടവരല്ല. കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി. തന്റെ ജനങ്ങളെ വിളിച്ചു, ലൗ റഅയ്തും, ഞാൻ രംഗം ചിലത് കണ്ടു. ആ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ലവഹിത്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചേ ചിരിക്കൂ, കൂടുതൽ കരയുമായിരുന്നു. കണ്ടാൽ തന്നെ മതി, അനുഭവിക്കണ്ട. കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല. അത്രമാത്രം ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. മദ്യപാനികളായി ലഹരിയുടെ ഏതെങ്കിലും അംശം നുകർന്ന, അതിന്റെ സുഖമാസ്വദിച്ച, അതാണ് ജീവിതത്തിൽ ആനന്ദമെന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നലില്ലാഹി അഹ്ദ, അല്ലാഹു ഒരു കരാർ എടുത്തിട്ടുണ്ട്. ലിമൻ ശരിബൽ മുസ്കിറാത്ത്, ലഹരി പാനീയങ്ങൾ കുടിച്ചവർക്ക് വേണ്ടിയിട്ട്, ലിയസ്തീഹി തീനത്തിൽ ഖബാൽ, അവർക്ക് തീനത്തിൽ ഖബാൽ എന്ന ഒരു പാനീയം നരകത്തിൽ കുടിക്കാൻ കൊടുക്കും. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയേ തീനത്തുൽ ഖബാൽ? ഇറഖു അഹ്ലിന്നാർ, നരകക്കാരായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചീഞ്ചലമാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പഴുത്തു നാറിയ ആ വെള്ളമാണ് നരകക്കാരനായ ലഹരിക്കാരൻ കുടിക്കേണ്ടി വരുന്നത്. ഇവിടുത്തെ ചെറിയൊരു സുഖത്തിന് വേണ്ടി നീ ആസ്വദിച്ചത് വലിയ അപരാധത്തിലേക്കാണ്. തിരിച്ചു വരണം. റമദാൻ നമ്മളെ സിഗരറ്റിൽ നിന്ന് മോചിപ്പിക്കണം. റമദാൻ നമ്മളെ മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കണം. നല്ലൊരു മാസക്കാലത്തെ ഡി അഡിക്ഷൻ വകുപ്പിലാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ലഹരിയിലേക്കില്ല, ഇനി സിഗരറ്റ് തൊടില്ല. ഈ റമദാനിന്റെ രാത്രികളിൽ, പകൽ സമയങ്ങളിൽ നമ്മൾ നിയന്ത്രണത്തിലായിരുന്നു. നോമ്പ് തുറന്നിട്ട് പിന്നെയും നീ അത് തൊട്ടു നോക്കുന്നുണ്ടോ? മാറാൻ കഴിയില്ല. മാറ്റാൻ നമ്മൾ സ്വയം സന്നദ്ധരാവാതെ മാറാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടിട്ട് വന്ന് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവാ. നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആളെ കണ്ടത് അക്സറു അഹ്ലിഹൻ നിസാ ബികുഫ്രിഹിന്ന, അവരുടെ കുഫ്ർ കാരണം കൊണ്ട് സ്ത്രീകളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ. എന്ത് കുഫ്റാണ് അവർക്കുള്ളത്? യക്ഫുർനൽ അശീർ, ഭർത്താവിനെ നിഷേധിക്കുന്നവളാണ്. വയക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താവിന്റെ നന്മകളെ നിഷേധിക്കുന്നവരാണ്. ഭർത്താവിന്റെ നന്മകളെ നിഷേധിക്കുക, ഭർത്താവിനോടുള്ള കടമകളിൽ നിഷേധം പുലർത്തുക, അത്തരത്തിലുള്ള സ്ത്രീകളാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. പക്ഷേ ചില ആളുകളുടെ കണ്ണുകൾ നരകം തൊടൂല, ചിലര് നരകത്തിൽ വീഴൂല. അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത കണ്ണുകൾ നരകത്തിൽ വീഴൂല. പൊട്ടിക്കരയാനുള്ള അവസരമാണ് റമദാൻ.
ആരെയും ബോധ്യപ്പെടുത്താനില്ല. നമ്മളും നമ്മുടെ റബ്ബിനെയും കുറിച്ചോർത്ത്, സ്വന്തം പാപങ്ങളെ കുറിച്ചോർത്ത് നരകത്തിൽ നമ്മൾ കടന്ന് വെന്തിരിയുന്നത് ആലോചിച്ച് കരഞ്ഞാൽ രക്ഷപ്പെടാം. വമിൻ മഹാരിമില്ലാ, ഹറാമുകളെ തൊട്ടുകൊണ്ട് കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച് കാവലിരിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചാൽ നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഒട്ടനേകം കാര്യങ്ങളുണ്ട്. ധാരാളമായ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹദീസിൽ പറഞ്ഞു, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 3 തവണ പറഞ്ഞാൽ അല്ലാഹുമ്മ അജിർഹു മിന്നി, നരകം പറയുമത്ര, അല്ലാഹുവേ എന്നിൽ നിന്ന് അവനെ അകറ്റേണമേ. ഒരു 3 തവണ ഈ പ്രാർത്ഥന പറയാൻ പറ്റാത്ത ആരാണ് ഈ മജ്ലിസിൽ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എത്ര കാലായി കേൾക്കുന്നു നമ്മൾ, ആവർത്തിക്കണം. ഇബാദുർ റഹ്മാൻ എന്ന അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകൾ പ്രാർത്ഥിച്ചു, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. ആലി ഇംറാൻ സൂറത്തിൽ കാണാം, മുത്തഖീങ്ങളായ സ്വർഗാവകാശികൾ അവർ പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ ആമന്നാ, റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ ആത്മാർത്ഥമായി ഈമാൻ സ്വീകരിച്ചവരാണ്, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണം, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് അവർ. മറ്റൊരായത്തിൽ കാണാം, വലാ തുഹ്സിന യൗമൽ ഖിയാമ. ആലോചിക്കൻ്റെ പ്രിയപ്പെട്ടവരെ, 10 ആൾ കൂടിയടത്ത് നമ്മളെ അപമാനിച്ചാൽ നമ്മൾ മാപ്പ് കൊടുക്കുമോ? നമ്മുടെ 4 വീട്ടുകാർ കൂടിയപ്പോൾ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നാളെ അള്ളാന്റെ കോടതിയിൽ കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഷളാകുന്നതിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. വലാ തുഹ്സിന യൗമൽ ഖിയാമ, അള്ളാഹ് നാളെ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ അപമാനിക്കരുത് റബ്ബേ. വല്ലാത്തൊരു വാക്കാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഈ അദാബ് നിറഞ്ഞ നരകത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായ ത്യാഗ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാഹു എല്ലാ സഹായങ്ങളും നമുക്ക് അനുകൂലമാക്കി നൽകുമാറാകട്ടെ.